ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈ വേ ബൈ കല്യാണിയെക്കുറിച്ചാണ്. കല്യാണി കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കുകാർ തന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ലെന്ത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും ഇട്ട ഷോർട്സിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ആ ക്ലിനിക്കുകാർ ഈ ഒരു കല്യാണിയെ പറ്റിച്ചതെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം ആ ക്ലിനിക്കുകാർ ഈ ഒരു കല്യാണിക്കെതിരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണിക്കെതിരെ എന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമ്മളിതിൽ സംസാരിക്കുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഓരോ ദിവസം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തൊക്കെ, എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. സോ ഒട്ടും വേഗത നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഉണ്ടെങ്കിൽ ഇനി കല്യാണിയെ അറിയാത്തവർക്കുണ്ടെങ്കിൽ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമേ ഫാമിലി വ്ളോഗ്സ് അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയെങ്കിൽ പിന്നെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് നാളായിട്ട് ഇടയ്ക്ക് വെച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷോർട്സൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു കല്യാണിയുടെ മുഖത്ത് എന്തോ ഒരു പാടിൻ്റെ കാര്യമായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് കുറേയധികം പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി ഇത് കണക്ക് മുഖത്തിന് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കല്യാണി തന്നെ പുതിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സിനകത്ത് പറയുന്നുണ്ടായിരുന്നു, കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഫേസിന് പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ക്രീമൊക്കെ ചെയ്തിട്ട് തേച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഞാനിവിടെ ഈ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനാണ് മനസ്സിലായത് ഇവർ ചുമ്മാ പറ്റിയതാണ് എന്നുള്ള രീതിയിൽ. വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല, ജസ്റ്റ് ഏതൊക്കെയോ പഠിച്ചിട്ട് വന്നിരുന്ന് ചെയ്യുന്നവരാണ്. ഇത് കാരണമുണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവിടുന്ന് മാറാമെന്ന് വിചാരിച്ച് ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ബില്ലോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ലായിരുന്നു. എന്തായാലും അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇന്ന ആൾക്കാരാണോ, ഇന്ന ഹോസ്പിറ്റലിലാണോ, ഇന്ന ക്ലിനിക്കിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ക്ലിനിക്കിൻ്റെ പേര് ചോദിച്ചപ്പോൾ അതിൻ്റെ താഴെ വന്ന് അതെന്ന് പറഞ്ഞിട്ട് കല്യാണി കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ ക്ലിനിക്കിൻ്റെ ആൾക്കാർക്കെതിരെ, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ പോയി കുറേയധികം നെഗറ്റീവായിട്ട് ആൾക്കാർ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ഇതിനെ റിലേറ്റഡ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കല്യാണി പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ ഫുള്ളായിട്ട് അറിയണം, എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ ആ ഒരു ഫുൾ വീഡിയോ ഇട്ടാൽ മാത്രമേ അറിയൂ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഫുൾ വീഡിയോ ആയിട്ട് കല്യാണി ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു, ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എന്തായാലും അതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ക്ലിനിക്ക് ആരുണ്ടെങ്കിൽ തന്നെ മുമ്പോട്ട് വന്നേക്കുവാണ്. പിന്നെ ഈ ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞത് കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ ഒരു ആൾക്കാർ പരിചയമൊന്നും ഇല്ലാത്തവരൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. അതുപോലെ തന്നെ കുറേയധികം ആക്ട്രസ്സുകളൊക്കെ വന്നിട്ട് അവിടെ കുറേയധികം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് ചെറിയൊരു ക്ലിനിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അവർ ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ആ ഒരു വോയിസും കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. കല്യാണി പറയുന്ന കണക്കൊന്നുമല്ല സത്യം എന്നുള്ളതാണ് അവിടുത്തുള്ള ആൾക്കാർ പറയുന്നത്. ഈ കല്യാണി ഏകദേശം 8 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കല്യാണി ഏതോ ഒരു ക്രീമൊക്കെ വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുഖത്തെന്തോ പിഗ്മെൻറ്റേഷനോ കുറേയധികം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിനിക്കിൽ വന്നിട്ടുള്ളത്. ഈ ക്ലിനിക്കിൻ്റെ ഉടമസ്ഥ ഭയങ്കര ഇതേ കണക്ക് കുറേയധികം സെലിബ്രിറ്റീസിനൊക്കെ ഇത് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ കല്യാണി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഓണറിൻ്റെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫാനും കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8 മാസത്തോളം ഇതേ കണക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഓരോ വട്ടം സെഷന് വരുന്ന സമയത്തെല്ലാം ബില്ലെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഡൗട്ടോ ഒന്നും വരാത്ത രീതിയാണ് എല്ലാ വട്ടവും ബില്ലും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഒന്നും വരാത്ത രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കല്യാണിക്കുണ്ടെങ്കിൽ വേറെ ഏതൊരു ക്ലിനിക്കിൽ വില കുറച്ചൊക്കെ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കല്യാണിക്ക് ഇവിടുന്ന് മാറണം എന്നുള്ള ഒറ്റ ഒരു വിചാരം കൊണ്ട്
ഈ ഒരു ബില്ല് പേ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ പിന്നെ ബില്ലിൻ്റെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കൊളാബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ സമയത്ത് വരെ കല്യാണി പൈസയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇരുന്നതാണ്. എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇത്രയും സെലിബ്രിറ്റീസിനെയൊക്കെ ഇതേ കണക്ക് നോക്കുന്നവർക്കാകുമ്പോൾ അത് ഇത്രയും കൂടെ വലിയ ക്ലിനിക്കായിരിക്കും, അവിടെ പൈസയും കാര്യങ്ങളും ഉണ്ട്. മറ്റ് ചില ക്ലിനിക്കിൽ ചിലപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് കുറവായിരിക്കും. എന്തായാലും ഇതേ കണക്ക് വേറെ ഏതോ ഒരു ക്ലിനിക്കിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് വേറെ കുറവാണ് എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് ചെയ്യാമെന്നുള്ള രീതിയിലും അങ്ങനെയാണ് ഇവിടുന്ന് മാറാൻ ശ്രമിക്കുക. അങ്ങനെ ഇതേ കണക്ക് ബില്ലിൻ്റെയൊക്കെ വന്ന സമയത്ത് പേ ചെയ്യാതെ എന്ത് ചെയ്യുക, കൊളാബ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നതാണ് അവിടെ ഉള്ളവർ പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേ കണക്കിപ്പോൾ പ്രശ്നങ്ങളുണ്ടായതും ഈ ഒരു കല്യാണി ഇതുപോലെ ഒരു വീഡിയോസൊക്കെ ഞങ്ങൾക്കെതിരെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതും. പിന്നെ ഈ ഒരു കല്യാണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു ക്ലിനിക്കുകാരുടെ അടുത്ത് ചോദിച്ച സമയത്ത് ക്ലിനിക്കുകാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി ആ പറഞ്ഞത് കള്ളമാണ്, കല്യാണിയല്ല ഇപ്പോൾ ആദ്യമായിട്ട് നിയമ നടപടിയായിട്ട് പോകുന്നത്, ഞങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിനിക്കുകാർ പറഞ്ഞൊരു കാര്യം ഈ ഒരു കല്യാണി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ബില്ലിൻ്റെയൊക്കെ പേരിൽ വന്നിട്ട് ഈ ഒരു കല്യാണിയും അതുപോലെ തന്നെ കല്യാണിയുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ട് അവിടെ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായ സമയത്ത് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് തന്നെ ഈ ഒരു കല്യാണിക്കെതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ പോയി ഈ ഒരു കല്യാണിയും കണ്ടതിന് ശേഷമാണ് ഇവരുണ്ടെങ്കിൽ ക്ലിനിക്കിനെതിരെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ കല്യാണി പറഞ്ഞ കണക്ക് ഇവർ കല്യാണിയായിട്ട് ഫസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്തതോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണി അവിടെ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം ആ ക്ലിനിക്കുകാർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ക്ലിനിക്കുകാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു റെസ്പോൺസ് വന്നതിന് ശേഷം കുറേയധികം പേര് കല്യാണിക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണി പറഞ്ഞതെല്ലാം കള്ളമാണ് അല്ലേ, ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കല്യാണിക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ കല്യാണി ഇതുവരെ റെസ്പോണ്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെയാണ് റിപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കല്യാണി ഫുൾ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്താൽ മാത്രമേ ഇനി കല്യാണിക്ക് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയാൻ പറ്റുക എന്നുള്ള അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8 മാസത്തോളം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നാണ് ഇതേ കണക്ക് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്കിതിൽ ആരാണ് കറക്റ്റ് എന്നൊന്നും ഇപ്പോൾ ഫുള്ളായിട്ട് പറയാനൊന്നും ആയിട്ടില്ല. കല്യാണിയും കൂടെ ഫുൾ എന്തൊരു വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത് കണക്ക് കല്യാണി തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതേ കണക്ക് തന്നെ ഈ ഒരു ക്ലിനിക്കുകാരുടെ ഭാഗത്താണ് ഫുള്ള് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കല്യാണിക്ക് എന്താണോ പറയാനുള്ളത് അതും കൂടെ കേട്ടാൽ മാത്രമേ നമുക്ക് അതിന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെയൊക്കെ അറ്റാക്ക് നടത്തുന്നത് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. കല്യാണി ചിലപ്പം വീഡിയോ ഉടനെ തന്നെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്ക് പിന്നെയും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരപ്പം. കല്യാണി ഉറപ്പായിട്ടും ഇതിനൊരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യും എന്നാണ് തോന്നുന്നത്. അങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് എന്താണ് കല്യാണിക്ക് പറയാനുള്ളതെന്നും കൂടെ കേൾക്കാം.